विमल इलेक्ट्रिकल प्रोडक्ट्स, अनेक तरह के सुंदर मॉडल्स एवं रंग बिरंगे स्विचेस, सुरक्षा देने वाली एमसीबीज और केबल्स, लेक्सी मॉड्यूलर स्विचेस। विमल इलेक्ट्रिकल प्रोडक्ट्स, जिंदगी भर की सुरक्षा। പ്രയർ പാർട്ട്നേഴ്സ് മിഷൻ ഓഫ് ഇന്ത്യ കുന്നംകുളം. ഈ സുവിശേഷ പ്രസ്ഥാനം 2003 ജനുവരി 1 കുന്നംകുളത്ത് ഉടലെടുത്തു. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു ചെയിൻ പ്രയറാണ് ഈ മിഷൻ പ്രവർത്തനത്തിൻ്റെ പ്രധാന ബലമെന്ന് പറയുന്നത്. കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിലേക്ക് വെളിയിലുമായി ഏകദേശം 10,000-ഓളം വിശ്വാസികൾ ഈ പ്രാർത്ഥനയ്ക്കായി കരങ്ങൾ കോർക്കുന്നു. കോളനി സുശീലീകരണം, കുട്ടികൾക്കിടയിൽ ബൈബിൾ ക്ലാസ് നടത്തുക, ഓപ്പൺ മീറ്റിംഗ്, സുശീലകളെ സംഘടിപ്പിക്കുക, അരി വിതരണം, മെഡിസിൻ വിതരണം എന്നീ ആത്മീയമായും സാമൂഹികപരമായുള്ള വേലകൾ ഇന്ന് മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. 9 അംഗങ്ങളടങ്ങിയ ഒരു ട്രസ്റ്റ് ബോർഡാണ് മിഷനെ നിയന്ത്രിക്കുന്നത്. അയനൂർ ഗോൽഗോദ മിഷൻ ഫീൽഡിലും തിരുവിലാമല ഗോൽഗോദ മിഷൻ ഫീൽഡിലും സോഷ്യൽ പ്രവർത്തനം എളിയ തോതിൽ ചെയ്തു വരുന്നു. പ്രാർത്ഥന ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങളെ അറിയിക്കുന്ന വഴി ആ പ്രാർത്ഥന വിഷയം കഴിയാവുന്ന എല്ലാ വിശ്വാസികളെയും എത്തിച്ച് പ്രാർത്ഥനയ്ക്ക് ബലം കൂട്ടുക എന്നാണ് ഇതിൻ്റെ പ്രധാനമായ പ്രവർത്തനം. സഭാ വ്യത്യാസമെന്നെ രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും ഈ ചെയിൻ പ്രയറിൽ അംഗങ്ങളാകാവുന്നതാണ്. ലഭിച്ച സകല സാധ്യതകളും മുതലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ സുവിശേഷ പ്രവർത്തനം കർത്താവ് തരുന്ന ഗൈഡൻസ് അനുസരിച്ച് PPC ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വിലയേറെ പ്രാർത്ഥനയും സഹകരണവും മിഷൻ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളുടെ വിലാസം പ്രയർ പാർട്ട്നേഴ്സ് മിഷൻ ഓഫ് ഇന്ത്യ, നടുപ്പന്തി, വലിയങ്ങാടി, കുന്നംകുളം. മൊബൈൽ നമ്പർ 9387106268. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
അവനായി കാണാൻ ഹൃദിയായി കൊതിയായി മനമേ കാണും വിണ്ണിൽ ഞാനും കമനീയ രൂപനേ ആ മഹനീയ വേളയിൽ കാണും വിണ്ണിൽ ഞാനും കമനീയ രൂപനേ ആ മഹനീയ വേളയിൽ കാണും വിണ്ണിൽ ഞാനും വിശ്വാസവീരത്തൻ ആശ്വാസഗീതങ്ങൾ ആകാശവീതി മുഴക്കിടുമ്പോൾ വിശ്വാസവീരത്തൻ ആശ്വാസഗീതങ്ങൾ ആകാശവീതി മുഴക്കിടുമ്പോൾ അവരോടൊപ്പം അവനിൽ ചേർന്നാൽ അവരോടൊപ്പം അവനിൽ ചേർന്നാൽ മതിയായി മതിയായി മനമേ കാണും വിണ്ണിൽ ഞാനും കമനീയ രൂപനേ ആ മഹനീയ വേളയിൽ കാണും വിണ്ണിൽ ഞാനും കമനീയ രൂപനേ ആ മഹനീയ വേളയിൽ കാണും വിണ്ണിൽ ഞാനും. കഴിഞ്ഞ രാത്രികളിൽ വ്യാപരിച്ച ദൈവകൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 40-ാമതായി സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രാരംഭ രാത്രിയിൽ സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദേശത്തോട് ഈ കൂട്ടത്തോട് വ്യക്തിപരമായി നാം ഓരോരുത്തരോടും ആഹ്വാനം ചെയ്തു. പിറ്റേ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ദാസനിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ച ദൈവവചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവം പർവ്വതങ്ങളുടെ ദൈവം മാത്രമല്ല, അവൻ താഴ്വരയിൽ കൂടെ സഞ്ചരിക്കുന്ന ദൈവമാണെന്ന് നമ്മെ കേൾപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദാസനെ ശക്തീകരിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്ന് രാത്രിയിൽ തലപൊക്കി നോക്കിയാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കാണാമെന്ന് അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് വ്യക്തമായി സംസാരിച്ചു. നൂറ്റാണ്ടുകളായി ഈ ദേശത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. വീണ്ടും 3-ാമത്തെ രാത്രിയിൽ വീണ്ടും ജനനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തിയല്ലോ. 4-ാമത്തെ രാത്രിയിൽ രക്ഷയെക്കുറിച്ച്, രക്ഷയുടെ ആവശ്യങ്ങളെക്കുറിച്ച്, രക്ഷയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസനിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ രാത്രി വീണ്ടും എല്ലാ നല്ല ദാനവും തികഞ്ഞവരുമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല എന്ന് ദൈവത്തിൻ്റെ ദാസനിലൂടെ വീണ്ടും നമ്മെ കേൾപ്പിക്കുകയുണ്ടായി. അനുഗ്രഹീതമായ 5 രാത്രികൾ കഴിഞ്ഞ 6-ാം രാത്രിയിൽ നാം കടന്നു വന്നിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായിട്ട് ഇടപെടേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ ദാസനിലൂടെയും വചനം ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസൻ തർജ്ജമ ചെയ്യുമ്പോൾ തർജ്ജമ ചെയ്യുന്ന ദാസനിലൂടെയും ഇമ്പകരമായ ശബ്ദം കേട്ട് ഈ ദേശത്തിന് ആശ്വാസം ലഭിപ്പാൻ, ഈ ദേശത്തിന് സൗഖ്യം ലഭിപ്പാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ തിരിച്ചു വരുവാൻ, വിശ്വാസികൾ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ഇടയാകേണ്ടതിനായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അടിയൻ്റെ കുറവ് മുഖാന്തരം അടിയൻ കർത്താവെ ജീവിതത്തിലെ വീഴ്ചകൾ മുഖാന്തരം അനുഗ്രഹം നഷ്ടമാകരുത്, തടസ്സമാകരുതെന്ന് അടിയൻ അവിടത്തോട് അപേക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തനം ചെയ്യണമേ. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഞങ്ങളോട് സംസാരിച്ച ദൈവമേ, ഈ നഗരം വിട്ടു പോകുവാൻ ഞങ്ങൾക്കിടയാകാതെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ആവസിക്കുവോളം ഞങ്ങൾ ഈ നഗരത്തിൽ തന്നെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന ദൈവമാണല്ലോ. ജീവനുള്ള ദൈവമേ, ഞങ്ങൾ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, സർവശക്തനായ ദൈവമേ, സർവവല്ലഭനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോട് ഇടപെട്ട ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ സന്ദർശിച്ച ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ വ്യക്തമായിട്ട് കർത്താവെ വഴി നടത്തിയ ദൈവമേ, പർവ്വതങ്ങൾ കുലുങ്ങിപ്പോയപ്പോൾ, പർവ്വതങ്ങൾ നീങ്ങിപ്പോയപ്പോൾ, കുന്നുകൾ കുലുങ്ങിപ്പോയപ്പോൾ കർത്താവെ നീ ഞങ്ങളെ ഉള്ളം കയ്യിൽ വഹിച്ച് വഴി നടത്തിയ നല്ല ദൈവമായതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിന്റെ മക്കൾ ആഗ്രഹത്തോടെ വന്നിരിക്കുന്നുവല്ലോ. ആഗ്രഹത്തോടെ വന്ന നിന്റെ മക്കളെ അവിടുത്തെ കർത്താവെ ആശ്വാസത്തോടെ കർത്താവെ സമാധാനിപ്പിച്ച് തൃപ്തരാക്കി പറഞ്ഞയക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തനം ചെയ്യണമേ എന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാരംഭ ദിനത്തിൽ കർത്താവെ, അതേ പ്രാരംഭ രാത്രിയിൽ കർത്താവെ അങ്ങയുടെ മഹത്വത്തിന് സാക്ഷ്യം വഹിപ്പാൻ
ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളേതുമില്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുമ്പോൾ സ്വർഗം തുറന്ന് അങ്ങയുടെ ശക്തിയെ വെളിപ്പെടുത്തുന്ന വലിയവനായ ദൈവം ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. നിന്റെ ദാസനിലൂടെ നീ ഹൃദ്യമായി സംസാരിക്കണമേ. മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവശബ്ദം, മാൻപേടയെ പ്രസവിക്കുമാറാക്കുന്ന ദൈവശബ്ദം, കർത്താവെ വനങ്ങളെ തോലുരിക്കുന്ന ശബ്ദം, കർത്താവെ ഞങ്ങൾക്ക് നീ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ ശക്തി വെളിപ്പെടുമ്പോൾ ഞങ്ങൾ അങ്ങയോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഹൃദ്യമായി സംസാരിക്കണം. വചനം സംസാരിക്കുന്ന ദാസനെയും തർജ്ജമ ചെയ്യുന്ന ദാസനെയും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നതിന്റെ മക്കളെ ഒരുക്കത്തോടെ ഇരുത്തണമേ കർത്താവേ. വചനം കേട്ട് തൃപ്തിയടഞ്ഞ് കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുന്നവരായി, നിന്നെ ഉയർത്തുന്നവരായി, ജീവിതത്തിലുടനീളം അങ്ങയെ സാക്ഷിക്കുന്നവരായി, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുന്നവരായി ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. അധ്യക്ഷ വേദിയിലുള്ളതായ ദേവദാസന്മാരെ, കർത്താവിൽ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് രാവിലെ ഏകദിന ധ്യാന യോഗമായിരുന്നല്ലോ. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഈ പന്തലിൽ നമുക്ക് ഒത്തൊരുമിച്ച് കൂടുവാനും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനും ദൈവവചനം കേൾക്കുവാനും ദൈവം മറ്റൊരു അവസരം തന്നു. അതോടൊപ്പം തന്നെ വ്യക്തിപരമായി എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സാക്ഷിക്കുന്ന ആ വ്യക്തിപരമായ ശുശ്രൂഷയും നമ്മൾ നടത്തി. കടന്നു വന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി കടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവസന്നദ്ധിയിൽ ഇരിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിപ്പാനും നമുക്ക് ലഭിക്കുന്നതായ ഈ സന്ദർഭമെല്ലാം എത്ര അനുഗ്രഹപ്രദമാണ്. മറ്റുള്ള പലർക്കും ലഭിക്കാത്തതായ വലിയ സൗകര്യം വലിയവനായ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഞാൻ കൂടുതലായിട്ട് ആമുഖമായിട്ടൊന്നും പറയുന്നില്ല. കടന്നു വന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യാനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നും രാത്രി നമ്മുടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ബിഷപ്പ് ഡോക്ടർ സാമുവൽ തോമസാണ്. ഖത്തർവേലിയിലായിരിക്കുന്നതായ പ്രിയപ്പെട്ട ബിഷപ്പിനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഞാൻ സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലായ പ്രഭാഷണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാനായിട്ട് ബ്രദർ ജെയിംസ് വില്യം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ഡോക്ടർ ആർ.കെ. പോൾ വേദിയിലിരിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ടതായ ആവശ്യമൊന്നുമില്ലല്ലോ.
എഴുത്തുകാരെല്ലാം ഉണ്ട്, അവരെഴുതിയിട്ടും ഈ രണ്ട് കഥകളെ തോൽപ്പിക്കുവാൻ ലോകത്തിൽ ഒരു കഥയുമില്ല. സ്വർഗരാജ്യത്തെക്കുറിച്ച് യേശുക്രിസ്തു സംസാരിച്ചപ്പോൾ താൻ പറഞ്ഞ രണ്ട് ഉപമകളാണിത്. സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞ കഥയെ തോൽപ്പിക്കുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് അതിൻ്റെ വാസ്തവം. ഔദാര്യനിധിയായ അപ്പൻ്റെ കയ്യിൽ നിന്ന് പണമെല്ലാം വാങ്ങി, അവൻ്റെ സ്വത്തെല്ലാം ഷടനും മത്സരിയുമായിരിക്കുന്ന ആ മകൻ വാങ്ങിച്ച് ദൂരദേശത്ത് പോയി കണ്ടമാനം ജീവിച്ച് എല്ലാം നഷ്ടമാക്കി. അവൻ തിരിച്ചവൻ്റെ വീട്ടിലെ അപ്പൻ്റെ സൗഭാഗ്യങ്ങളെ ഓർത്തപ്പോൾ തകർന്നുപോയി. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ വേലക്കാർ സമൃദ്ധി അനുഭവിക്കുന്നു, ഞാൻ മകൻ പന്നിയുമായിട്ട് മൽപിടുത്തം നടത്തുകയാണ്. യഹൂദന് വിഹിതമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ വേലക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് ഞാൻ അപ്പനോട് പറയുമെന്ന് പറഞ്ഞ് ആ മകൻ പന്നിക്കൂട്ടിൽ നിന്ന് അതേ നിലയിൽ ഇറങ്ങി അപ്പൻ്റെ വീടിനെ ലക്ഷ്യമാക്കി നടന്നു. ദൂരത്ത് കണ്ട അപ്പനാണ് കണ്ടത്. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അവൻ പറയുവാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പനോട് പറയുവാൻ തുടങ്ങി. അപ്പ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് വരെ അവനെ കൊണ്ട് പറയിച്ചുള്ളൂ. എൻ്റെ വേലക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് അപ്പൻ പറയിച്ചില്ല. സകല സൗഭാഗ്യങ്ങളിലേക്കും തിരിച്ച മകനെ ആനയിക്കുകയായിരുന്നു. വേദപുസ്തകം നിങ്ങൾ കൃത്യമായി വായിച്ചു നോക്കുക. ഇത്ര സ്നേഹനിധിയായ അപ്പൻ്റെ ആ വലിയ സ്നേഹത്തെ വർണ്ണിക്കുന്ന ആ മനോഹരമായ കഥയെ ആസ്പദമാക്കിയുള്ള ഒരു ചെറിയ ഗാനം. എൻ സ്നേഹവാനായ താതാ, നിൻ വാക്കു കേൾക്കാതെയൊരു നാൾ ഈ നിന്റെ ഭവനത്തിൽ നിന്നും പോയി ദൂതനായി ഞാൻ ദൂരെ. എൻ സ്നേഹവാനായ താതാ, ഔദാര്യനിധി നീ എൻ കൈ തന്നോരു സമ്പത്തു മുഴുവൻ അരുതാത്ത വഴികളിൽ നടന്നു അവിവേകിയായി ഞാൻ കളഞ്ഞു. പശിമൂത്തു പന്നികൾ തിന്നും തവിടിന്റെ പൊടിയും കൊതിച്ചു. ദാസർക്കൻ തറവാട്ടിലേറും ആ ഭാഗ്യമോർത്തു തപിച്ചു. എൻ സ്നേഹവാനായ താതാ, നിൻ വാക്കു കേൾക്കാതെയൊരു നാൾ ഈ നിന്റെ ഭവനത്തിൽ നിന്നും പോയി ദൂതനായി ഞാൻ ദൂരെ. എൻ സ്നേഹവാനായ താതാ, അപരാധഭാരം നിറഞ്ഞു
മനസ്സാകെ വാടിത്തളർന്നു സഹതാപമെങ്ങും തെരഞ്ഞു വെറുമേഴയായി ഞാൻ വലഞ്ഞു ഉരുകുന്ന കരളുമായി വന്നു നിറയുന്ന കണ്ണുമായി നിന്നു മകനെന്ന വിളിയിൽ കുളിർന്നു താതാ നിന്നുത്തം നുകർന്നു എൻ സ്നേഹവാനായ താതാ നിൻ വാക്കു കേൾക്കാതെയൊരു നാൾ ഈ നിന്റെ ഭവനത്തിൽ നിന്നും പോയി ദൂർധനായി ഞാൻ ദൂരെ എൻ സ്നേഹവാനായ താതാ വളരെ ഗൗരവമായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് ഇരിക്കുന്നത്. നമുക്ക് സന്തോഷിക്കാൻ അവകാശമുള്ളവരാണ്. അതുകൊണ്ട് സന്തോഷമുള്ളൊരു മുഖത്തോടെ നിങ്ങൾ ഇരിക്കണം. ഈ പ്രോഗ്രാം എല്ലാം തീരുന്നവരെ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അടുത്ത ഗാനം മഹാകവി KV സൈമൺ രചിച്ച ഒരു ഗാനമുണ്ട്. അമ്പ യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാൾ എന്ത് മനോഹരം. ഈ പാട്ട് ഒരിക്കലും ഞാൻ റെക്കോർഡ് ചെയ്യുവാനായിട്ട് ചെന്നപ്പോൾ എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് പലർക്കും അതെന്നാ പറഞ്ഞെന്ന് മനസ്സിലായിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു താൻ വീണ്ടെടുക്കപ്പെട്ട ജനവുമായി സ്വർഗത്തിൽ ഉണ്ടാക്കിയ സ്വർഗ യെരൂശലേം നമുക്ക് വേണ്ടി പണിയപ്പെട്ട ആ മനോഹരമായ ആ രമ്യ ഹാർമ്യത്തിൽ നാം ഒത്ത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കി മഹാകവി KV സൈമൺ രചിച്ച ഗാനമാണ്. സ്വർഗജീവികൾ മാലാഖമാർ വരെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഈ മനുഷ്യരെ എന്തിനാണ് ദൈവം ഇങ്ങനെ സ്നേഹിച്ച്, എന്തുകൊണ്ടാണ് ഇവരെ ഇത്രമാത്രം സ്നേഹിച്ച് അവൻ്റെ കാന്തയാക്കി അവനെ ഇത്ര മനോഹരമായ ഒരു ഹർമ്മ്യത്തിൽ കൊണ്ടുവന്നാക്കിയതെന്നൊക്കെ ചിന്തിക്കുന്നതായിട്ടുള്ള ആ ഒരു ഭാവനയെ കണ്ടുകൊണ്ടാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. നിസ്സഹായായിരിക്കുന്ന സാത്താൻ്റെ അടിമയിൽ നിന്ന് വിളിച്ചെടുത്ത ആ ജനത്തോട് ദൈവം കാണിച്ച സ്നേഹത്തെ വർണ്ണിക്കുന്ന ആ മനോഹരമായ പഴയ ഗാനം അമ്പ യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാൾ എന്തു മനോഹരം. അമ്പ യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാൾ എന്തു മനോഹരം. അമ്പരെ വരുന്ന നാൾ എന്തു മനോഹരം. അമ്പ യെരൂശലേം ആ തന്മണവാളന് വേണ്ടിയലങ്കരി ചുള്ളൊരു മണവാട്ടി തന്നെ കന്യക ഉള്ളൊരു മണവാട്ടി തന്നെ കന്യക. അമ്പ യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാൾ എന്തു മനോഹരം. അമ്പരെ വരുന്ന നാൾ എന്തു മനോഹരം. അമ്പ യെരൂശലേം ആ
രസമിഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ സുഖമരുളിടും ഗീതം സ്വയമിവൾ പാടും. സുഖമരുളിടും ഗീതം സ്വയമിവൾ പാടും. അമ്പ യെരൂശലേം അമ്പലിൻ കാഴ്ചയിൽ അമ്പലെ വരുന്ന നാൾ എന്തും മനോഹരം. അമ്പലെ വരുന്ന നാൾ എന്തും മനോഹരം. അമ്പ യെരൂശലേം ആ കനകവും മുത്തുരക്കും ഇവളണില്ലെങ്കിലും സുമുഖിയമീവൾ കണ്ടം ബഹുരമണീയമാം. സുമുഖിയമീവൾ കണ്ടം ബഹുരമണീയമാം. അമ്പ യെരൂശലേം അമ്പലിൻ കാഴ്ചയിൽ അമ്പലെ വരുന്ന നാൾ എന്തു മനോഹരം. അമ്പലെ വരുന്ന നാൾ എന്തു മനോഹരം. അമ്പ യെരൂശലേം ആ Yes. I say praise the Lord and you say hallelujah. It's a translation difference only. I went one time to Andhra Pradesh. All I said, how are you? And the translation went, Emandi Chappandi Bhavanarandi Kurichuandi. I said only one word in English, hello. ഞാനൊരിക്കൽ ആന്ധ്രാപ്രദേശത്ത് പോയപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചേ ഉള്ളൂ. അത് ആന്ധ്ര ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ 4-5 വാക്കുകളായി. I praise God for the wonderful opportunity tonight. ഇന്ന് രാത്രി ലഭിച്ചതായ ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I am thankful to God for the 40th United Gospel Association meeting and you have invited me for that. I am humble and to God be the glory. 40ാമത്തെ വർഷത്തെ ഐക്യ സുവിശേഷ കൺവെൻഷന് വേണ്ടി നിങ്ങൾ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കുന്നു. സകല മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. I like Mr. Jose and his announcement. With his announcement, slowly he gets his message through. മിസ്റ്റർ ജോസ് ചെയ്തതായ പ്രസ്താവനകൾ എനിക്ക് വളരെ സന്തോഷമായി, വളരെ ശാന്തമായി അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും പ്രവേശിച്ച് ചെയ്തതായ പ്രസ്താവനകൾ ശ്രദ്ധേയമാണ്. If he retires from your place, you send him to Kota, Rajasthan. അദ്ദേഹം തന്റെ ജോലിയിൽ നിന്ന് വിരമിച്ചാൽ കോട്ട രാജസ്ഥാനിലേക്ക് നിങ്ങൾ അയക്കണം. Because I think he can do very good job in taking offering in the evening. ഓഫറിംഗ്. Yes. വൈകുന്നേരത്തെ സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്ന കാര്യത്തിൽ വളരെ നല്ലൊരു ശുശ്രൂഷ ജോസിന് അവിടെ ചെയ്യുവാൻ സാധിക്കും. I am thankful to God for my translator, Mr. James Williams, for his availability to be here the nights that I have been preaching. ഇന്നിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ പ്രസംഗം തർജ്ജമ ചെയ്യുവാണ്ടക്കൊണ്ടും ദൈവദാസനെ ഒരിക്കൽ ഞാൻ സന്തോഷിക്കുന്നു. Again, as I say, Mr. Simon and his family, they are taking good care of us. They are making us fat. By the time we leave Kundankulam, my pant and shirt will be so tight, so it will be your problem. മിസ്റ്റർ സൈമനും കുടുംബവും ഞങ്ങളെ നല്ലപോലെ സൂക്ഷിക്കുന്നു, സംരക്ഷിക്കുന്നു, ആവശ്യമായ ഭക്ഷണമൊക്കെ നൽകുന്നു. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിൻ്റെ വണ്ണമൊക്കെ കൂടി എൻ്റെ വസ്ത്രങ്ങളുടെ അളവൊക്കെ മാറ്റേണ്ടതായിട്ട് വരും എന്ന് ചിന്തിക്കുന്നു. So I will use your offering money to buy new clothes. പുതിയ വസ്ത്രം വാങ്ങുവാനായിട്ട് എൻ്റെ പണം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. Just joking, don't take me seriously. Like Matthew John said, come on, you can smile, it's okay. We were not going to kill anybody tonight. അല്പം രസകരമായ ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. സന്തോഷത്തോടെ ഇരിക്കാം. വളരെ ഗൗരവമൊന്നും മുഖത്ത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. മാത്യു ജോൺ ആ കാര്യം പറയുകയുണ്ടായി. It's an honor for me to know Dr. R.K. Paul, who has known my father since 1960. 1960 മുതൽ എൻ്റെ പിതാവുമായി വളരെ ബന്ധപ്പെട്ടതായ ഡോക്ടർ ആർ കെ പോളിനെ കാണുവാനും പരിചയപ്പെടുവാനും ഇടയായതിൽ എനിക്ക് സന്തോഷമുണ്ട്. I met another lady at the bookstall tonight. She said, because your father came and preached many years ago, my daughter surrendered her life for the Lord's work and now she is serving the Lord. ഞാൻ ഈ ബുക്ക് സ്റ്റോളിൽ പോയപ്പോൾ ഒരു പ്രിയ സഹോദരി എന്നോട് പറയുകയുണ്ടായി,
നിങ്ങളുടെ പിതാവ് അനേക വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്ന് പ്രസംഗിച്ചതിന്റെ ഫലമായിട്ട് എൻ്റെ മകൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചു. ഇന്ന് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളത് കേൾക്കുവാണ്ടൊക്കെയായി ഞാൻ ദൈവത്തെ സ്തുതിച്ചു. That is the greatest compliment we can receive from preaching the word of God. സുവിശേഷം ദൈവവചനം പ്രസംഗിക്കുന്നതിൽ നിന്നും നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അഭിനന്ദനമാണ്. Before I go any further, I like to introduce you. This is the book that you will be able to buy after the sermon tonight. This I will share some of the experiences. They are available for 50 rupees, and I will tell you this, I do not know which stall has this book. 50 rupees, you buy this, it goes towards that stall, it does not come to my pocket. ഞാൻ ഈ പുസ്തകം പരിചയപ്പെടുത്താം. ഈ പുസ്തകം ഡോക്ടർ സാമുവൽ തോമസ് എഴുതിയ പുസ്തകമാണ്. ഞാൻ എൻ്റെ ഇന്നത്തെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഇതിലെ ചില കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഈ പുസ്തകം പോയി വാങ്ങിക്കണം. 50 രൂപയാണ് ഇതിൻ്റെ വില. ഈ 50 രൂപ ഇവിടെയുള്ള സ്റ്റോളിനാണ് കൊടുക്കുന്നത്. എൻ്റെ പോക്കറ്റിലേക്ക് ഈ പണം വരുന്നില്ല. അതുകൊണ്ട് നിങ്ങളിത് വായിക്കുന്ന പ്രയോജനമായി. This is a book I studied 28 years ago, My Utmost for His Highest, and I've studied it over 50 times. ഈ പുസ്തകം ഞാൻ 50 പ്രാവശ്യത്തിലധികം വായിച്ചിട്ടുണ്ട്. എൻ്റെ പരമാവധി അവൻ്റെ മഹത്വത്തിന് എന്ന് പറയുന്നതായ ഒരു നല്ല പുസ്തകം. I purchased it for 500 rupees. 500 രൂപ വിലക്കാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. But today I came to know, maybe because it's in Malayalam, it is only for 100 rupees. ഇന്ന് എനിക്ക് മനസ്സിലായി ഇത് 100 രൂപയ്ക്ക് കിട്ടും. ഒരുപക്ഷെ മലയാളത്തിൽ അത് പ്രിന്റ് ചെയ്തുകൊണ്ടായിരിക്കും. Maybe I will bring my books to Kerala if the books are cheaply printed here. ഇവിടെ വളരെ വില കുറഞ്ഞ മുദ്രണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ എൻ്റെ പുസ്തകങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പ്രിന്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. When Mr. Joy called me to come and preach the gospel to the people in Kundangulam, I had only two purposes in mind. ഈ സ്ഥലത്തേക്ക് ദൈവവചനം പ്രസംഗിപ്പാണ്ടക്കവണ്ണം കടന്നു വരണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിൽ 2 ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. Number one, I agreed to come to your place to say thanks to the people of Kerala for your prayers. It is because of that I am standing here today. ഒന്നാമത്തേത് കേരളത്തിലുള്ളതായ വിശ്വാസികളോട് കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെയുള്ളതായ ഞങ്ങളുടെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് എനിക്കറിയാം. അതിന് നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. According to the anti-Christians, I was not supposed to be here tonight. According to anti-Christians, ക്രൈസ്തവ വിരുദ്ധരുടെ പ്രവർത്തനം മൂലമായിട്ട് ഇന്ന് എനിക്ക് ഇവിടെ വരുവാൻ സാധിക്കുമായിരുന്നില്ല. Number two, രണ്ടാമത്, it is because of the Malayali father and mother who have sent their children to the North India that gospel of the Lord is going fastly, lightingly. To God be the glory because of what you have done. മലയാളികളായ മാതാപിതാക്കൾ അവരുടെ മക്കളെ വടക്കേ ഇന്ത്യയിലേക്ക് അയച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് വടക്കേ ഇന്ത്യയിൽ സുവിശേഷം എല്ലാ ഊർജ്ജസ്വലതയോടെയും ശക്തിയോടെയും സജീവമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. My grandfather Mulina Kudil Abraham Thomas was the choir leader for Maraman Convention for 11 years. 11 വർഷക്കാലം മാരാമൻ കൺവെൻഷനിലെ കോയർ ലീഡറായിട്ട് അവിടെയുള്ളതായ ഗായക സംഘത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്നത് എൻ്റെ വലിയപ്പച്ചനായിരുന്നു. His son Dr. M.A. Thomas, who happens to be my father, അദ്ദേഹത്തിന്റെ മകനാണ് ഡോക്ടർ M.A. തോമസ്, എൻ്റെ പിതാവ്. he came to North India. അദ്ദേഹം വടക്കേ ഇന്ത്യയിലേക്ക് വന്നു. 1959 he was a student in Bible College in Madras. മദ്രാസിലെ ബൈബിൾ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു 1959. He did not have the money to pay the tuition fee in the Bible College. ബൈബിൾ കോളേജിലെ ട്യൂഷൻ ഫീസ് കൊടുക്കുവാനുള്ള പണം ഉണ്ടായിരുന്നില്ല. So he decided to walk with his 2 other friends from Chennai all the way to Korinjeri Kurikala. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു, തന്റെ 2 സ്നേഹിതന്മാരുമായിട്ട് മദ്രാസിൽ നിന്ന് കുഴിക്കാലയിലേക്ക് തന്റെ വീട്ടിലേക്ക് നടന്നു പോകാൻ തീരുമാനിച്ചു. 500 miles they walked. 500 മൈലുകൾ അവർ നടന്നു. 53 days they took. 53 ദിവസങ്ങൾ അവർ എടുത്തു. 12 churches were established. 12 സഭകൾക്ക് രൂപം കൊടുത്തു. They are still in existence. To God be the glory. അവർ ഇന്നും ജീവനോടിരിക്കുന്നു. ദൈവത്തിന് സകല മഹത്വം ഉണ്ടാകട്ടെ. When he came back to the Bible College, അദ്ദേഹം ബൈബിൾ കോളേജിലേക്ക് തിരിച്ചു വന്നപ്പോൾ Dr. Bill Bright was the commencement speaker for his graduation. Campus Crusade for Christ founder chairman. അദ്ദേഹത്തിന്റെ ബിരുദദാന ചടങ്ങിൽ പ്രസംഗിച്ചത് ക്യാമ്പസ് ക്രൂസേഡിന്റെ ചെയർമാനായ Bill Bright. ബിൽ ബ്രൈറ്റ് ആയിരുന്നു. He said, Mr. Thomas, will you become the national director for Campus Crusade for Christ? ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റിന്റെ
ദേശീയ ഡയറക്ടറായി നിങ്ങൾക്ക് ആ പദവി അലങ്കരിക്കാമോ എന്ന് അദ്ദേഹം ഡോക്ടർ എം എ തോമസിനോട് ചോദിച്ചു. My father said to the great man of God, I have given my life to serve the Lord in North India. I will go there and preach the gospel. അദ്ദേഹത്തോട് തോമസ് ഇങ്ങനെ മറുപടി പറഞ്ഞു, എന്റെ ജീവിതം വടക്കേ ഇന്ത്യയിൽ കർത്താവിനെ സേവിപ്പാനായി ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്, ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. Dr. Bill Bright said, I heard about your walk to Kerala. Are you walking from Chennai to Kota also? നിങ്ങൾ ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് നടന്നു പോയ ചരിത്രം എനിക്കറിയാം. ഇനി ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് കോട്ടയിലേക്കും നടന്നു പോകാനാണോ മിസ്റ്റർ തോമസ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ബിൽ ബ്രൈറ്റ് ചോദിച്ചു. My father said, as our plan today, we are planning to walk unless the Lord provides the train fare. ഞങ്ങൾ ഇന്നത്തെ പദ്ധതി അനുസരിച്ച് ഇന്ന് നിലനിൽക്കുന്നതായ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ നാളെ ഈ കോട്ടയിലേക്ക് നടന്നു പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവം തീവണ്ടി യാത്രയ്ക്കുള്ള പണം അല്ലാതെ തരുമെങ്കിൽ. Dr. Bill Bright gave the train fare to him and my mother. എന്റെ പിതാവിനും കൂട്ടുകാർക്കും ബിൽ ബ്രൈറ്റ് യാത്രയ്ക്കുള്ള പണം കൊടുത്തു. 1960 23rd March he reached the city of Kota. കോട്ടയിൽ 1960 മാർച്ച് 23 അദ്ദേഹം എത്തി. After he came there, he found out it was the training center for militants. അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം മനസ്സിലായത് ഭീകരന്മാർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് അതെന്ന്. They beat him. അവർ അദ്ദേഹത്തെ അടിച്ചു, broke his skull, തന്റെ തലച്ചോറ് തല്ലി പൊട്ടിച്ചു, put him inside the prison. കാരാഗ്രഹത്തിലാക്കി. While he was in prison, God saved 8 people. ജയിലിൽ അടയ്ക്കപ്പെട്ട സമയത്ത് ദൈവം 8 പേരെ രക്ഷിച്ചു. All 8 plus 1 were kicked out because they were praising and singing God to the Lord in the jail. ജയിലിൽ വെച്ച് ദൈവത്തെ പാടി സ്തുതിച്ചതിന്റെ ഫലമായിട്ട് 8ഉം 1ഉം 9 പേരെയും അവർ ജയിലിൽ നിന്ന് പുറത്താക്കി. They started their first local church. അന്ന് അവിടുത്തെ ആ പ്രാദേശിക സഭയ്ക്ക് അവർ രൂപം കൊടുത്തു. From that 8 members, there are over 3,000 members worshiping God today in the church in Kota. ആ 8 പേരിൽ നിന്ന് ഇന്ന് കോട്ടയിൽ ആ സഭയിൽ 3000 പേര് ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുണ്ട്. From that one church in 1960, the Lord has given Emmanuel Ministries over 27,000 churches in the nation of India. ആ ഒരു സഭ, കോട്ടയിലുള്ളതായ ഒരു സഭയിൽ നിന്നും ദൈവം ഇന്ന് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായി 27,000 സഭകൾക്കാണ് ദൈവം രൂപം കൊടുക്കുവാനാണ് സഹായിച്ചത്. What is the secret? എന്താണ് രഹസ്യം? People ask us, ഞങ്ങളോട് ചോദിക്കാറുണ്ട്, will you come and teach in our Bible college how to do church planting? സഭാരൂപീകരണം എങ്ങനെയെന്നുള്ളത് ഞങ്ങളുടെ സഭയിൽ വന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാമോ എന്ന് ആളുകൾ ഞങ്ങളോട് ആവശ്യപ്പെടാറുണ്ട്. Emmanuel Ministries has no secret for church planting. സഭാരൂപീകരണത്തിനായിട്ട് ഇമ്മാനുവൽ മിനിസ്ട്രീസിന് ഒരു രഹസ്യപ്പണിയില്ല. Today 27,000 churches are in India only for one reason. ഒരേ ഒരു കാരണത്താൽ മാത്രമാണ് ഇന്ന് 27,000 സഭകൾ ഇന്ത്യയുടെ ദേശീയ തലത്തിലുള്ളത്. 19 pastors from this ministry have been killed while preaching the gospel. സുവിശേഷം പ്രസംഗിച്ചതിന്റെ ഫലമായിട്ട് 19 മിഷണറിമാർ, പാസ്റ്റർമാർ വധിക്കപ്പെട്ടിട്ടുണ്ട്. Because of their blood, God has planted these churches. അവരുടെ രക്തത്തിൽ നിന്നുമാണ് ഈ സഭകളെ ദൈവം സൃഷ്ടിച്ചത്. Most of these people who have died have come from South India. ഇവരിൽ ബഹുഭൂരിഭാഗം ആളുകളും തെക്കേ ഇന്ത്യയിൽ നിന്ന് വന്നവരാണ്. I want to say again to all the Malayalis listening to me today, it is not a mistake that you give your children to the Lord's work. നിങ്ങളോട് തുറന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രമാദം പറഞ്ഞിട്ടില്ല. My purpose tonight is nothing else. I want to see young people dedicate their life for the Lord for the northern India. യുവ ജീവിതങ്ങൾ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചു കാണുക എന്നുള്ളതാണ് എന്റെ പരമമായ ലക്ഷ്യം. Young people listening to me today, God does not want reject. യുവാക്കന്മാരോട് ഞാൻ പറയട്ടെ, ദൈവം ഒരിക്കലും തള്ളിക്കളയപ്പെടുവാൻ ആഗ്രഹിക്കുന്നവനല്ല. There is a misunderstanding. If a child is not doing well in school, let us send him for the Lord's work. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കുട്ടി നന്നായി പഠിക്കുന്നില്ലെങ്കിൽ അവനെ കർത്താവിന്റെ വേലയ്ക്ക് പറഞ്ഞു വിടാം. If nobody wants to marry him, let us send him to the Lord's work. Wants to marry him? Yes. ആ കല്യാണം കഴിക്കാൻ അവന് പെണ്ണിനെ കിട്ടുന്നില്ലെങ്കിൽ അവനെ വേലയ്ക്ക് വേണ്ടി പറഞ്ഞു വിടാം. He has no job, let us send him for the Lord's work. ജോലിയില്ലെങ്കിൽ കർത്താവിന്റെ വേല. Young people, listen to me very carefully. യുവാക്കന്മാരെ, യുവതികളെ ശ്രദ്ധിക്കുക. The man you are looking at, he wanted to be a pediatric surgeon. I did not want to be in the Lord's work.
I wanted to be a pediatric surgeon, medical doctor for children. ഒരാള് Not me, കുട്ടികൾക്ക് this- വേണ്ടി കുട്ടികളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാകാൻ ആഗ്രഹിക്കുകയാണ്. That was my desire. അതായിരുന്നു എന്റെ ആഗ്രഹം. I was a medical student in the United States of America. അമേരിക്കയിൽ ഞാൻ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു. You know why? എന്തുകൊണ്ടാണെന്ന് I അറിയാമോ? saw my father, he was getting 300 rupees a month. He could not feed my wife, my mother, my two sisters and us. It was very difficult. I said, I will never do the Lord's work. എന്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം കേവലം 300 രൂപ മാത്രം ലഭിക്കുന്ന ഒരു സുവിശേഷകനായിരുന്നു. എന്റെ മാതാവിനും എന്റെ 2 സഹോദരിമാരെയും പോറ്റുവാൻ തക്കവണ്ണം എന്റെ പിതാവ് കഴിച്ച ബെച്ചപ്പാട് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഈ സുവിശേഷ വേല സ്വീകരിക്കയില്ല. I grew up in a very poor family. ഒരു പാവപ്പെട്ട ഭവനത്തിലാണ് ഞാൻ ജനിച്ചത്. My father would say, today is our fasting prayer, because they did not have money to feed us. ഞങ്ങൾക്ക് ഭക്ഷണം തരുവാൻ കാശില്ലാത്തതുകൊണ്ട് ഇന്ന് നമുക്ക് ഉപവാസ പ്രാർത്ഥന കഴിക്കാം എന്ന് പറഞ്ഞ ദിവസങ്ങളുണ്ട്. I want the Malayalis to listen very carefully. I am not sharing this to get your sympathy, but I am telling you, we serve a wonderful God. നിങ്ങളുടെ സഹതാപം എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയല്ല ഞാൻ ഇത്രയും വാക്കുകൾ പറഞ്ഞത്. എന്നാൽ എന്റെ ദൈവം, നമ്മുടെ ദൈവം അത്ഭുതവാനായ ദൈവമാണ്. So when I was in America, my father sent me to a Christian university to study. അമേരിക്കയിലേക്ക് ഞാൻ പോയപ്പോൾ ഒരു ക്രിസ്തീയ സർവകലാശാലയിലേക്കാണ് എന്നെ വിട്ടത്. But I was 7 oceans away from my parents, so I chose my own university. ഞാൻ 7 സമുദ്രങ്ങൾക്കും അപ്പുറമാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ മാതാപിതാക്കന്മാർ വിട്ട സർവകലാശാലയിലേക്കാണ് അല്ല പോയത്, എന്റെ സ്വന്തം ഒരു സർവകലാശാല തിരഞ്ഞെടുത്തു. So I called my mother from the medical college. അവിടെയുള്ളതായ മെഡിക്കൽ കോളേജിൽ നിന്നും എന്റെ അമ്മയെ ഞാൻ വിളിച്ചു. I said, Mother, അമ്മേ, I am going to send you 40% of my income after I finish my college. എന്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്നതിൽ നിന്നും 40% നിങ്ങൾക്ക് അയച്ചു തരാം. In those days, a medical doctor will make 20 lakh rupees a year. 20 lakh. Yes. അക്കാലത്ത് ഒരു ഡോക്ടർക്ക് 20 ലക്ഷം രൂപ ഒരു വർഷം കിട്ടും. So I told my mother, see, everything you have to say to your father and mother has to be very spiritual. എന്റെ മാതാപിതാക്കൾ വളരെ ആത്മീയന്മാരായിരുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. So I had to make everything sound spiritual. അതുകൊണ്ട് ആത്മീയതയ്ക്ക് ഒരു പരിവേഷം എന്റെ എല്ലാ വാക്കുകൾക്കും കൊടുക്കുവാൻ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. So I said, I will give you 40%. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 40% തരാം. My mother was a godly woman. എന്റെ അമ്മ ഒരു ഭക്തയായ സ്ത്രീയായിരുന്നു. She said, son, മകനെ, God doesn't need your money. ദൈവത്തിന് നിന്റെ പണം ആവശ്യമില്ല, God needs you. നിന്നെയാണ് ദൈവത്തിന് ആവശ്യം. She hung up the phone. ഫോൺ താഴെ വെച്ചു. I called again. ഞാൻ വീണ്ടും വിളിച്ചു. She said, what did you not understand when I told you first time? ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ എന്നോട് ചോദിച്ചു. I said, I understood. ഞാൻ പറഞ്ഞു മനസ്സിലായി. Then she said this, ഇങ്ങനെ പറഞ്ഞു, if you disobey God, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ He will break your legs, He will break your backbones, He will break everything, and you will be paralyzed for the rest of your life. നിന്റെ കാലിൽ അവൻ തല്ലിയൊടിക്കും, നിന്റെ നട്ടെല്ല് അവൻ ഒടിക്കും, നീ ജീവകാലം മുഴുവൻ ഒരു പക്ഷവാത രോഗിയായി തീരും. Being a Malayali, I got very afraid. ആ മലയാളി ആയതുകൊണ്ട് ഞാൻ വളരെ പേടിച്ചു പോയി. I said, yes, I will do it. ഞാൻ ശരി എന്ന് പറഞ്ഞു, അനുസരിക്കാമെന്ന് പറഞ്ഞു. Young people today, I will tell you something. യുവാക്കളായ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. That was the greatest blessing I did when I gave my life to His service. അവന്റെ സേവനത്തിനായി എന്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചപ്പോൾ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എനിക്കുണ്ടായത്. Today, hundreds of doctors are working under us. ഇന്ന് 100 കണക്കിന് ഡോക്ടർമാരാണ് ഞങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നത്. Thousands of nurses are working under us. 1000കണക്കിന് നഴ്സുമാർ ഞങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നു. There are over 30,000 employees working with us. 30,000 ജോലിക്കാർ ഞങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നു. How? എങ്ങനെ? Because we have taken the wonderful word of God and start proclaiming it. ഈ ദൈവത്തിന്റെ വചനം കയ്യിലെടുത്ത് അത് പ്രഘോഷിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. Young parents, I want to challenge you, send your children to the Lord's work. പ്രിയ മാതാപിതാക്കളോട് ഒരു വെല്ലുവിളിയായി ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കളെ കർത്താവിനെ സേവിക്കുവാനായി നിങ്ങൾ വിട്ടുകൊടുക്കുവേൻ. Tonight we will study from Luke chapter 8. ഇന്ന് ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്നുമാണ് നാം വിചിന്തനം ചെയ്യുവാൻ പോകുന്നത്. By the way, one of our desire is to take care of the orphans and raise them as missionaries for God. ഞങ്ങളുടെ പല പരിപാടികൾ ഒന്ന് അനാഥരായ കുട്ടികളെ ശേഖരിച്ച്
അവരെ പരിശീലിപ്പിച്ച് കർത്താവിന് വേണ്ടി മിഷണറിമാരായി അവരെ വളർത്തുക എന്നുള്ളതാണ്. Today we have 10,000 children in our care. ഞങ്ങളുടെ ശുശ്രൂഷയിൽ, ഞങ്ങളുടെ പരിരക്ഷണയിൽ 10,000 കുട്ടികൾ ഇന്നുണ്ട്. Within 10 years, we are praying to God to give us 1 lakh children. 10 കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾക്ക് 1,00,000 അനാഥ കുട്ടികളെ തരാനായിട്ട് ഞങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്. For one purpose. ഒരു കാര്യം മാത്രം. Raise them to be missionaries for God. ദൈവത്തിന് വേണ്ടി മിഷണറിമാരായി അവരെ വളർത്തുക. You know why we are looking for orphans? എന്തുകൊണ്ടാണ് ഞങ്ങൾ അനാഥരെ നോക്കുന്നറിയാമോ? Because today the parents have forgotten to send their children for the Lord's work. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മക്കളെ അയക്കുന്ന കാര്യം മാതാപിതാക്കൾ മറന്നു കളഞ്ഞിരിക്കുകയാണ്. Don't worry. സാരമില്ല. We take the children of Hindus, Muslims, Christians, everybody, raise them as missionaries for God. That is a great miracle from God. ഞങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും എല്ലാം എടുത്ത് അവരെ അനാഥ കുഞ്ഞുങ്ങളെ എടുത്ത് അവരെ അഭ്യസിക്കുകയാണ്. കർത്താവിന്റെ മിഷണറിമാരാക്കി അവരെ തീർക്കും. I covet your prayers for us. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുകയാണ്. We want to see one church in every village of our country. നമ്മുടെ ഈ രാജ്യത്തിന്റെ ഓരോ ഗ്രാമത്തിലും ഒരു സഭ ഉണ്ടായി കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. With God all things are possible. ദൈവത്താൽ സകലവും സാധ്യം. I hope you will pray for us. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. Luke chapter 8. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം Verse 22 through 25. 22 through 25. 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. Now it came to pass on a certain day that he went into a ship with his disciples, and he said unto them, Let us go over unto the other side of the lake. And they launched forth. And as they sailed, he fell asleep, and there came down a storm of wind on the lake, and they were filled with water and were in jeopardy. Verse 24. And they came to him and awoke him, saying, Master, Master, we perish. Then he arose and rebuked the wind and the raging of the water, and they ceased, there was calm. Verse 25. And he said unto them, Where is your faith? And they being afraid wondered, saying to one another, What manner of man is this? For he commandeth even the winds and the water, and they obey him. 22-ാം വാക്യം മുതലാണ് വായിക്കുന്നത്. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്ന്, നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തത ഉണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് ചോദിച്ചു. അവർ ഭയപ്പെട്ടു. ഇവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. Let us pray. പ്രാർത്ഥിക്കാം. Father, we come to thee without even forgetting that we are nothing without your grace. ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങൾ വീണ്ടും നിന്റെ അടുക്കിലേക്ക് വരുന്നു. നിന്റെ കൃപയില്ലെങ്കിൽ ഞങ്ങൾ ഒന്നിനും കൊള്ളരാത്തവരാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. Hide us behind the cross. ഞങ്ങളെ ക്രൂശിന്റെ പുറകിൽ മറക്കണമേ. May Jesus be glorified and magnified tonight. യേശുക്രിസ്തു ഇന്ന് മഹത്വീകരിക്കപ്പെടുവാൻ, തേജസ്കരിക്കപ്പെടുവാൻ ഇടയാകുമാറാകട്ടെ. To those who do not know you, may they know you tonight. ഇന്ന് നിന്നെ അറിയാത്ത ചിലർ നിന്നെ അറിയുവാൻ ഇടയാകട്ടെ. May many young lives be dedicated for the Lord's work in North India. അനേക യുവജീവിതങ്ങൾ വടക്കേ ഇന്ത്യയുള്ളതായ കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെടുന്ന ദിവസമായി ഇന്നത്തെ ദിവസമായിരിക്കട്ടെ. We will give you all honor and praise. സകല മഹത്വവും ഞങ്ങൾ നിനക്ക് തന്നെ തരുന്നു. In Jesus' name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Verse 25. 25-ാം വാക്യം. Jesus was with the disciples on the boat and he's asking a question. Where is your faith? ആ പടകിലുണ്ടായിരുന്ന യേശു അവിടെ തന്നെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം എവിടെ? Tests, trials, disappointments, tribulations is a part of life. ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലയോ കഷ്ടതയും ബുദ്ധിമുട്ടും നിരാശയും പ്രയാസങ്ങളും? Sometimes we as the people of God are tempted for our faith by Satan. സാത്താനാൽ നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. Whenever Satan tests us, he always wants to bring evil out of the test. സാത്താൻ നമ്മെ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷയിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ തിന്മ ഉണ്ടാകുവാനാണ് അവൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. His motive is to hurt us and also to destroy us.
അവന്റെ ലക്ഷ്യം എപ്പോഴും നമ്മെ ഉപദ്രവിക്കുവാനും അതിന്റെ പുറകിൽ അതിന്റെ അവസാനത്തിൽ നമ്മെ നശിപ്പിക്കുവാനുമാണ്. Satan tried the same method on the Lord Jesus Christ. യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും അതേ മാതൃകയാണ്, അതേ രീതിയാണ് അവൻ സ്വീകരിച്ചത്. He promised Jesus Christ plenty of everything. എല്ലാം സമൃദ്ധിയായി നൽകാമെന്ന് യേശുക്രിസ്തുവിനോട് അവൻ വാഗ്ദത്തം ചെയ്തു. Today Satan is giving the same temptation to many people. If you follow me, I will give you plenty. ഇന്നും ഇവിടെയുള്ളതായ ആളുകളോട്, ലോക ജനതയോട് സാത്താൻ പറഞ്ഞതാണ്, എന്റെ പിന്നാലെ വരിക, നിങ്ങൾക്ക് ധാരാളമായി ഞാൻ തരാം. Not only does he promise to give plenty, but he wants to give them popularity. ഇത് നിങ്ങൾക്ക് ധാരാളമായി വസ്തുവകൾ നൽകുന്നത് മാത്രമല്ല, നിങ്ങൾ ജനസമ്മതിയുള്ളവരായി തീരും. And he also promises to give them painless success without any work. യാതൊരു ജോലിയും ചെയ്യാതെ വേദന അറിയാത്ത സമൃദ്ധിയാണ് നിങ്ങൾക്ക് അവൻ വാഗ്ദാനം ചെയ്യുന്നത്. Satan is always busy in shortcuts. എളുപ്പമാർഗമാണ് സാത്താൻ എപ്പോഴും ശ്രമിക്കുന്നത്. Satan is always looking for the substitute for the right way. ശരിയായ മാർഗത്തിന് അതിന് വിപരീതമായി, അതിന് പ്രതിപകരമായ ഒന്നാണ് സാത്താൻ നോക്കുന്നത്. Satan brings trials into our life to destroy us, to harm us. നമ്മെ നശിപ്പിക്കുവാൻ, ഉപദ്രവിക്കുവാനാണ് സാത്താൻ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ അയക്കുന്നത്. But Jesus is asking the disciples, where is your faith? യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? Trials in our life comes with the purpose of God, with the appointment of God. ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശത്തോടും പ്രത്യേക നിയമനത്തോടും കൂടെയാണ് പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. Why does God allow trials in our life? നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദൈവം പരീക്ഷകൾ അയക്കുന്നത്? If you ask any man who makes silver, he will tell you the following things. അങ്ങനെ ചോദ്യം നിങ്ങൾ ഒരാളോട് ചോദിച്ചാൽ താഴെ പറയുന്ന പോലെ പറയും. If you take silver. Who makes what? Silver. If you take silver and put it through fire, വെള്ളി എടുത്ത് തീയിൽ കൂടെ കടത്തിവിട്ടാൽ you will keep changing the position. അതിന്റെ സ്ഥാനത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. You ask, how long does he keep the silver in the fire? ആ വെള്ളി എത്ര സമയം തീയിൽ വെക്കുമെന്ന് ചോദിച്ചാൽ, is there a time limit? Is there a time limit? അതിനെ ഒരു സമയപരിധി ഉണ്ടോ? No. ഇല്ല. Then how long does he keep melting this silver? ഈ വെള്ളി എത്ര സമയം ഈ തീയിൽ ഉരുക്കണം? You ask any person who refines silver, he will tell you the same thing what I am going to tell you tonight. വെള്ളിയെ ഈ നിലയിൽ തീയിൽ കൂടെ കടത്തിവിടുന്നതായ ആളോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നതാണ്. You know what is the final test? ഒടുവിലത്തെ പരീക്ഷണം എന്താണെന്ന് അറിയാമോ? When you take the silver, ഈ വെള്ളി എടുത്ത്, and if you can see your face clearly on that silver is purified. ആ വെള്ളിയിൽ നിങ്ങളുടെ മുഖം കാണുവാൻ കഴിഞ്ഞാൽ ആ വെള്ളിയാണ് ശുദ്ധമായ വെള്ളി.